ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ചെയ്യാനുള്ള കാരണം ഒരുപാട് മെസ്സേജുകൾ വരുത്തുന്നുണ്ട്, കമൻസിലേക്ക് കൂടി ചോദിക്കലുണ്ട് എന്താ ഡേ ഇൻ മൈ ലൈഫ് ഇല്ലാത്ത എന്നുള്ളത്, എന്താ കാണിക്കാത്ത. ഓരോരുത്തരുടെയും ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് കാണിക്കാനാന്ന് വിചാരിക്കും. പിന്നെ അതൊക്കെ ഒരു മടിയായിട്ട് തോന്നലുണ്ട്. രാവിലെ തന്നെ ക്യാമറ വീഡിയോ ഇതൊക്കെ നോക്കുക, പല കാര്യങ്ങളായിരിക്കില്ലേ രാവിലത്തെ ബഹളം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മടി വന്നു പോകുന്നതാണ്. പിന്നെ കണ്ടമാനം പല ടൂറുകൾ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം ചെയ്യുന്ന ഒരാളുമല്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പോലെ എനിക്ക് തോന്നല്. ഇൻഷാ അല്ലാ പറ്റും പോലെയൊക്കെ ചെയ്യാം. പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലെങ്കിൽ സാറില്ല, ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെട്ട് കാണുക, കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ, അതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം. പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്നാൽ പിന്നെ ചെയ്തേക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാവിലെ ഞാൻ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വളരെ മസ്റ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങൾ ആദ്യം തന്നെ അതാത് സ്ഥാനങ്ങളിൽ എടുത്ത് വെക്കുക എന്നുള്ളത്. നമ്മൾ ഓരോ ലേഡിയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കുട്ടികൾക്ക് ജോലി പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് തലേദിവസം കഴുകി വെച്ച പാത്രങ്ങൾ നമ്മൾ അതാത് സ്ഥാനത്ത് രാവിലെ ആയാലും വെക്കുക എന്നുള്ളത്. കാരണം നമ്മളെ ഡെയിലി ലൈഫിൽ ഒരു ഓർഡറിൽ നമ്മളെ കാര്യങ്ങൾ പോകണമെങ്കിൽ അതൊരു നല്ല ക്ലീനായിട്ടും നീറ്റായിട്ടും പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റും. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതിന് മേലെ തന്നെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു മോശം ഹാബിറ്റ് പലപ്പോഴും നമ്മളിൽ വരുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് ഒഴിവാക്കേണ്ടതാണ്. നല്ല നീറ്റായിട്ട് നമ്മൾ ഓരോ ജോലിയും പഠിക്കുക, നമ്മളെ കുട്ടികളെയും അങ്ങനെ തന്നെ പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു മസ്റ്റായ കാര്യമാണ്. ചെയ്യുന്ന ജോലി എത്ര ചെറുതാണെങ്കിലും അത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വേഗം എടുത്തു വെച്ചു. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല സ്മെല്ലുള്ള എന്തെങ്കിലുമൊക്കെ കിച്ചണിലൊക്കെ അടിക്കുക. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ വിൻഡോസൊക്കെ ഒന്ന് തുറന്നു വിടുക. അന്നേരം തന്നെ നമ്മളെ വീട്ടിൽ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. വിൻഡോസ് കഴിയുന്നതും രാവിലെ ആയി കഴിഞ്ഞാൽ ഒക്കെ തുറന്നിടുക. അപ്പോൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ ഒരു ചെറിയ ആളും കൂടിയുണ്ട്. അപ്പോൾ പാത്തിയൊക്കെ തുറന്നു വെച്ചു. അങ്ങനെ മഴയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അതിൻ്റെ കൂടെ ഉള്ളിലത്തെ ചെടികൾ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഉള്ളിലത്തെ ചെടി വെക്കുന്നൊക്കെയെന്ന്. അപ്പോൾ ചെടിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റിട്ട് ഉണ്ടായിരുന്നതെല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് വിരിച്ചു വെച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അന്നേരം ഒന്ന് ജസ്റ്റ് എഴുന്നേറ്റ് പാടൊന്ന് പിന്നെ ഒന്ന് നീറ്റാക്കിയിടും. എന്നാൽ നല്ലോണം ഒന്ന് കൂടുതലായിട്ട് ഒരു ക്ലിയർ ആക്കുക കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയിട്ടാണ് നമ്മളെ ബെഡ്റൂമിലെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം അതാത് രീതിയിൽ വെക്കുക. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും, അന്നേരം നമുക്ക് അത്ര ഓക്കെ ആവില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റിട്ടായിരിക്കും കൂടുതലായിട്ട് നമുക്ക് എല്ലാം ഒന്ന് വിരിച്ച് വെക്കാൻ പറ്റുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ ഒരു ഗ്രീൻ ടീ ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ജ്യൂസ് കുടിച്ചവരുണ്ട്. അപ്പോൾ ജ്യൂസിൻ്റെ ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് എപ്പോഴും കൂടുതൽ ചെയ്യാറുള്ളൊരു കാര്യം, അതിൻ്റെ തോല് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഈ തോലിട്ടിട്ട് അതിൻ്റെ കൂടെ ഫ്രഷ് റോസ്മേരി ഉണ്ടെങ്കിൽ അത് ഇടുക. അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ഇട്ടാലും മതി. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിക്കുക. എന്നിട്ട് ഇത് ഒരു നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. ഇത് വെച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ രാത്രിയിലായാലും പകലായാലും ഒക്കെ നമ്മളെ കൗണ്ടർ ടോപ്പിലേക്ക് കൂടി എന്തൊക്കെ പാറ്റകളാണോ എന്തൊക്കെയാണ് പോയിട്ടുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ല നീറ്റാക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. നല്ല സ്മെല്ലും ആയിരിക്കും അതിന്. അപ്പോൾ ചെറിയ ചെറിയ മഴക്കാലത്തുണ്ടാകുന്ന പാറ്റകൾക്കൊക്കെ ഒരുപാട് കുറവുണ്ടാവും. പിന്നെ അല്ലാതെ നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ
ഫുഡിൻ്റെ എല്ലാം ആയിട്ട് കുറേ വേസ്റ്റ് രാവിലെ കളയാനുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 3 വർഷം ആവാനായി നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ചിക്കൻ്റെ ആയാലും ഫിഷിൻ്റെ ആയാലും എല്ലാം നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യുക. അത്രയും നല്ലൊരു കാര്യമാണ്. ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. അപ്പം വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ കുട്ടികളും എല്ലാവരും ഉണ്ട് കൂടെ തന്നെ. അപ്പോൾ കഴിയുന്നതും ചിലപ്പോഴൊക്കെ മാവ് ഇങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ ഊത്തപ്പോ അല്ലെങ്കിൽ മസാല ദോശയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ മസാല ദോശയാണെങ്കിൽ രാത്രി തന്നെ മസാല ദോശക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു 2 വിസിലും കൊടുത്ത് കുക്കറിൽ തന്നെ അതങ്ങനെ അവിടെ വെക്കും. നമ്മൾ കിടക്കാൻ നോക്കുന്ന സമയത്ത് ചെയ്ത് വെക്കും അങ്ങനെ. അപ്പോൾ രാവിലെ ഒന്ന് താളിച്ച് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല മസാല സെറ്റാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാമ്പാർ മസാല പൊടിയുണ്ട്, അതുപോലെ തന്നെ ഗാർലിക് പൊടിയുണ്ട്, ഇഡ്ഡലി പൊടിയുണ്ട്. ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു അസാധ്യ ടേസ്റ്റുള്ള മസാല ദോശയാണ്. കുറച്ച് കൂടുതൽ ഗീ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സന്നദ്ധ ചെന്നൈ സ്റ്റൈലിലുള്ള മസാല ദോശ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു മാവ് ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഒരാഴ്ചയൊക്കെ വെക്കുന്നവരുണ്ട്. ഞാൻ 4 ദിവസമാണ് വെക്കൽ. 4 ദിവസം വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ശരിയായ റേഷ്യോ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം മറ്റൊരു വീഡിയോയിൽ. എന്നോട് കുറേ പേര് നമ്മളെ കുടുംബത്തിൽ നിന്നും എല്ലാവരും കഴിച്ചവരൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളത്. അപ്പോൾ അരക്കുന്നൊരു രീതിയാണത്. അപ്പോൾ അത് ചെന്നൈയിലെ നമ്മളെ 2-3 പാട്ടിമാർ നമ്മളെ പഠിപ്പിച്ചെടുത്തൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു മാവാണത്. അത് കറക്റ്റ് റേഷ്യോ മനസ്സിലാണ്, അതാണ്. അപ്പോൾ അതിനത് ഒരു വീഡിയോയിൽ കാണിക്കാം കറക്റ്റായിട്ട് ഇൻഷാ അല്ലാ. അതിൻ്റെ ഇടയിൽ നമ്മളെ ചൈന ഡോൾ എന്ന് പറയുന്ന ചെടിയിൽ ഒരു കൂടുണ്ട്. അതിൽ ഒരു ബേഡുണ്ട്, മുട്ട ഉണ്ടായിരുന്നു അതിൽ. ഇപ്പം ബേഡ് വിരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അമ്മയും കുട്ടികളൊക്കെ അതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലൂ കളർ നല്ല രസമുള്ള ഒരു പക്ഷിയില്ലേ അത്. അപ്പം അതിനെയൊക്കെ നോക്കി ഇനി വീട്ടിൻ്റെ ഉള്ളിലുള്ള മെയിൻ ക്ലീനിങ്ങും കൂടിയുള്ള ദിവസമാണ്. കാരണം ചെടിയിൽ വെള്ളം ഒഴിക്കാനുണ്ട്, ചട്ടികൾ മാറ്റാനുണ്ട്, ചെടികൾ കുറച്ചൊക്കെ കട്ട് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഇന്ന് വീട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്ന് ഉള്ളത്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, മെയിൻ ക്ലീനിങ്ങിന് ഇറങ്ങും. അന്ന് ഫുഡൊക്കെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ നേരെ തന്നെ ഉണ്ടാക്കി വെക്കും. ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കും. ഇപ്പം പുറത്തുനിന്നൊന്നും അധികം വാങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, അങ്ങനൊരു കാലാവസ്ഥയാണ്. അധികം കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ് പുറത്തെ ഫുഡുകൾ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മെയിനായിട്ടുള്ള മേജർ ക്ലീനിങ്ങിലാണ്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഒരുക്കങ്ങൾ ഉണ്ടാകുമല്ലോ, അപ്പോൾ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ള, അപ്പോൾ അത്തരം ഒരുക്കങ്ങളാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു ബാർബിക്യൂ പരിപാടി പുറത്ത് നടക്കുന്നുണ്ട്. അത് ഫിഷാണ്, അത് വലിയ ഫിഷ് ഉണ്ടായിരുന്നു, അതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് നൈറ്റ് ഒരു ബാർബിക്യൂ പരിപാടിയുണ്ട്, അത് ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഒരാൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, എൻ്റെ ഇത്തിഷാം. എല്ലാവരും മക്കൾ നാട്ടിലുണ്ട്, അൽഹംദുലില്ലാ. അതിനൊരു ഭയങ്കര സന്തോഷം. അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മളെ ഒരു നല്ലൊരു സ്പെഷ്യൽ ബാർബിക്യൂ മസാലയാണിത്. അപ്പോൾ 3 ചിക്കനൊക്കെയുള്ള ബാർബിക്യൂൻ്റെ മസാലയാണ്. അപ്പോൾ മസാലകളൊക്കെ നമ്മളെ ചിക്കൻ എത്രയുണ്ടോ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ 4 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട്, ഇതിപ്പം ഞാൻ ഫ്രീസറിൽ ക്യൂബായിട്ട് വെച്ചതാണ്.
അപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ഇത് വരിക. എന്നിട്ട് ഇതിലേക്ക് സാധാരണ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ചാട്ട് മസാലയും പിന്നെ കുറച്ച് ഗാർലിക്കിൻ്റെ പൗഡറും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ബാർബിക്യൂൻ്റെ മസാല ഇട്ടു. ബാർബിക്യൂ മസാല എന്ന് പറഞ്ഞിട്ട് ഞാൻ കാരിഫോർന്ന് ദുബൈയിൽ നിന്ന് വാങ്ങുന്നതാണ്. ആ മസാലയാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ചും കൂടിയും ഗാർലിക് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് പാപ്രിക്ക മസാലയാണ്. അപ്പോൾ പാപ്രിക്ക മുളക് പൊടിയും കൂടി ചേർത്തു. അപ്പോൾ പല മസാലകളിലും ഉപ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉപ്പ് നോക്കി ഇടുക. എന്നിട്ട് അതിലേക്ക് വീണ്ടും കുറച്ച് ഉപ്പൊക്കെ നോക്കി ഇട്ടിട്ട് പെപ്പർ പൗഡറും ഇട്ടിട്ട് കുറച്ച് റിഫൈൻഡ് ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ടാണ് ചിക്കൻ ചേർക്കുന്നത്. ചിക്കൻ ചേർക്കുമ്പോൾ ഇങ്ങനെ ഒരു കമ്പി കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പപ്പട കുത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ നന്നായിട്ട് മസാല ഇറങ്ങിയിട്ട് നല്ല ടെൻഡറായിട്ട് നിൽക്കും. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നിൽക്കും. അപ്പോൾ 5 മണിക്കൂർ ഇതിൻ്റെ മുന്നേ ചിക്കന് ഉപ്പും 5 ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ തോലോട് കൂടിയിട്ട് കുറച്ച് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ 5 മണിക്കൂർ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ മസാല തേച്ച് പിടിപ്പിക്കുന്നത്. ഈ മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കണം, തേച്ച് പിടിപ്പിക്കണം ചിക്കനിലേക്ക്. ഒരുപാട് മസാലകൾ വാരിക്കോരി ഇടാതെ ഒരു മിനിമലായിട്ടുള്ള മസാലകൾ മതി. എന്നിട്ട് അപ്പോഴാണ് ചിക്കൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ പ്യൂരിയും കൂടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ടൊമാറ്റോ പ്യൂരിയും കൂടി ഇട്ടിട്ടാണ് മസാല ചെയ്തിട്ടുള്ളത്. അത് മസ്റ്റായിട്ട് ഇടണേ, അത് മറന്നുപോയി, ഇതാണ് എന്നോട് പറയാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മളടുത്ത് ഫ്രഷ് റോസ്മേരി ഉണ്ടെങ്കിൽ അതിങ്ങനെ മേലെ ഇടുക. അതില്ലെങ്കിൽ ഇങ്ങനെ ആഫ്രിക്കൻ മല്ലി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ മിൻറ്റ് ലീഫ് ഇട്ടാലും മതിയാവും. എന്നിട്ട് വീണ്ടും 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനിടയിൽ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചു. ഏട്ടത്തി മക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു തൊട്ടടുത്ത് തന്നെ ഫലൂദ കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കഫേയിലേക്ക് പോയി. ഫലൂദ വേൾഡ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാർബിക്യൂ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ബായ്.